നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മോശം പ്രകടനമാണ് ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 11 വർഷക്കാലം അവർ കൈവശം വെച്ച ബൂണ്ടസ്ലിഗ കിരീടം ബയേണിന് നഷ്ടമായിരുന്നു. ഒരു തോൽവി പോലും അറിയാതെ ബയർ ലെവർക്യൂസൻ അത് സ്വന്തമാക്കുകയായിരുന്നു. മാത്രമല്ല, DFB പോക്കൽ ടൂർണമെന്റിൽ നിന്നും ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് അവരുടെ പ്രതീക്ഷ. അത് ലഭിച്ചില്ലെങ്കിൽ ട്രോഫികൾ ലഭിക്കാൻ ഒരു സീസൺ ആയിക്കൊണ്ട് ഈ സീസൺ ബയേണിനെ സംബന്ധിച്ചിടത്തോളം മാറിയേക്കും. പരിശീലകനായ തോമസ് തുഷേലിന്റെ പടിയിറക്കം നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഈ സീസണിന് ശേഷം തോമസ് തുഷേൽ പരിശീലക സ്ഥാനത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഒരു പരിശീലകനെ ഇപ്പോൾ ബയേൺ മ്യൂണിക്കിന് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ നേരത്തെ തന്നെ അവർ ആരംഭിച്ചിരുന്നു. സാബി അലോൺസോയെ സ്വന്തമാക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹം ബയേറിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. സിനദിൻ സിദാനെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സിദാൻ ഇപ്പോൾ ബയേണിലേക്ക് വരാൻ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ ബയേൺ ഇപ്പോൾ ജൂലിയൻ നഗൽസ്മാനിലേക്ക് തന്നെ തിരിച്ചെത്തി എന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിലവിൽ ജർമ്മൻ ദേശീയ ടീമിന്റെ പരിശീലകനായ നഗൽസ്മാനുമായി അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്. മുൻപ് ബയേണിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് നഗൽസ്മാൻ. അദ്ദേഹത്തിന് കീഴിൽ മോശമല്ലാത്ത രൂപത്തിൽ ക്ലബ്ബ് കളിച്ചിരുന്നു. പക്ഷേ ക്ലബ്ബ് അദ്ദേഹത്തെ അപ്പോൾ പുറത്താക്കുകയായിരുന്നു. എന്നാൽ ആ പുറത്താക്കിയത് തെറ്റായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ ബയേണിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന യൂറോ കപ്പിന് ശേഷം ജർമ്മനി ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജൂലിയൻ നഗൽസ്മാൻ ബയേണിന്റെ പരിശീലക സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് പ്രമുഖ മാധ്യമമായ സ്കൈ ജർമ്മനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.